ഞാൻ അവസാനമായി പറയുന്നത് ഇത്ര മാത്രമാണ്. മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലൈനുമായി മുന്നോട്ട് പോവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ലൈനുമായി മുന്നോട്ട് പോവട്ടെ. സമസ്തയിൽ നിൽക്കാൻ ആദർശപരമായി കഴിവില്ലാത്തവർ പാർട്ടിയുടെ മറവിലാണ് വരുന്നതെങ്കിലും അത്തരക്കാരെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. എന്റെ ഹബീബിങ്ങളെ, ഇത് ചെറിയൊരു കാര്യമല്ല, ഇത് സമസ്തയുടെ കാര്യമാണ്, ഈമാനിന്റെ കാര്യമാണ്. മുസ്ലിം ലീഗുകാർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം മുസ്ലിം ലീഗിനെതിരെ ഇക്കാലം അത്രയായിട്ടും സമസ്തയുടെ പ്രവർത്തകർ രൂക്ഷത്തോടെ അല്ലെങ്കിൽ അതിലെ ക്രൂരതയോടെ സംസാരിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്തുകൾ ഇടാൻ തുടങ്ങി എന്ന് മുതലാണ്? ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത പ്രവർത്തകർ കയ്യേറിയിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പിൽ വരുമ്പോൾ സമസ്ത പ്രവർത്തകർ ഇടിച്ചു കയറിയിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ പത്രത്തിന്റെ മുഖപത്രത്തിന്റെ പരസ്യം വരുമ്പോൾ, പ്രചരണം വരുമ്പോൾ സമസ്ത പ്രവർത്തകർ എതിർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നത് എന്ന് മാന്യമായി ദയനീയമായി നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. ഈ മഹാഭൂരിപക്ഷം വരുന്ന സമസ്ത പ്രവർത്തകരിൽ സിംഹഭാഗം ജനങ്ങളും നിങ്ങൾക്ക് ഈ കാലം അത്രയും ഒരു ലാഭേച്ഛയും കൂടാതെ വോട്ട് കുത്തിയവരായിരുന്നു. നിങ്ങൾ പറയുന്നവർക്ക് വോട്ട് കുത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന്, അതല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ എന്റെ പേര് വരണമെന്ന് ആരും പാണക്കാട് തങ്ങന്മാരെ പോയി പ്രയാസപ്പെടുത്തിയിട്ടില്ല. ചാനലുകളോടെ അകമ്പടിയോടെ പോയി ആരും ഒരു സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല. ചോദിച്ചത് ആരാണ് എന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണ് എന്നും ചിന്തിക്കുന്നെന്നായിരിക്കും ഞാൻ പറയുന്നത്. മുസ്ലിം ലീഗ് ശത്രുപക്ഷത്തല്ല. നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല. ഭാഗ്യമാണ്. ആ ഭാഗ്യത്തോടു കൂടെ ആ ഭാഗ്യം നിലനിൽക്കുന്നത് ആ സമസ്തയിലായിക്കൊണ്ട് മരിച്ചു പോകുമ്പോഴാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ മഹാനവർ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഇവിടുത്തെ വഹാബികൾ. അതേസമയം തന്നെ സ്വന്തം പാളയത്തിൽ നിന്ന് ആ മഹാനുഭാവനെതിരെ അശ്ലീല പ്രയോഗം നടത്തിയവർ ഉണ്ടായിരുന്നു. ഇന്ന് ആ മഹാന സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നിൽക്കുന്നത്. ആ സയ്യിദുൽ ഉലമയുടെ ഒരു തുള്ളി രക്തത്തിന് വേണ്ടി ആ മഹാനുഭാവിനെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന സ്വന്തം പാളയത്തിലെ ആളുകൾക്ക് മുമ്പിലാണ് നമ്മൾ ഈ വികാരഭരിതരായിക്കൊണ്ട് കാത്തു നോക്കി നിൽക്കുന്നത്. എന്റെ ഹബീബിങ്ങളോട് ഞാൻ സ്നേഹത്തോടു കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. സയ്യിദുൽ ഉലമയെ തിരിച്ചറിയണം. സമസ്തന്റെ മഹത്വം തിരിച്ചറിയണം. ഞാൻ സമസ്തക്കാരനായിരുന്നു, എന്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ സമസ്തക്ക് വേണ്ടി 989 അടികൊണ്ട ആളാണ്, ഞാനെന്ന് പ്രസംഗിച്ച ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സമസ്തയോട് കൂടെ ജീവിച്ച് സമസ്തയിലായി മരിക്കുവാനുള്ള തൗഫീഖ് ലഭിക്കുമ്പോഴാണ് അവൻ മഹാഭാഗ്യക്കാരൻ എന്ന് പറയാൻ പറ്റുള്ളൂ. മഹാനായ കെട്ടിമാൻ മുസ്ലിയാർ 10ാമത്തെ വയസ്സിൽ തുടങ്ങി 72ാമത്തെ വയസ്സിൽ അസ്തമിക്കുന്നത് വരെ സമസ്തയോട് കൂടെ നിന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചരിത്രമാണ് നമ്മുടെ കൽബിൽ ഓരോ നിമിഷങ്ങളിലൂടെയും കടന്നു വരേണ്ടത്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? സമസ്ത അതിന്റെ അസ്ഥിവാരത്തിലൂടെ അഥവാ എന്തിന്റെ പേരിലാണോ സമസ്ത രൂപീകരിച്ചത്, എന്ത് സംരക്ഷിക്കാനാണോ സമസ്ത രൂപീകരിച്ചത്, ആ രൂപീകരണത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവ ഒരു വിഭാഗം നമ്മുടെ പാളയത്തിലുണ്ടായി എന്താകുന്ന പ്രശ്നം. ബിദഈ പ്രസ്ഥാനക്കാരെ എതിർക്കാൻ പാടില്ല. അത് നിങ്ങൾ 110 സുന്നികളാവേണ്ട എന്ന് പറഞ്ഞ് അവരെയും ഒക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. മഹാനായ വരക്കൽ മുല്ലക്കായ തങ്ങള് നട്ടുവളർത്തിയ ഈ പ്രസ്ഥാനം ശൈഖുനാ ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും പോറ്റു വളർത്തി തങ്ങൾ ഉസ്താദിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമസ്തയെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ശബ്ദിക്കും ഉറപ്പാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് കോമാളിത്തരം കാണിച്ച് സദസ്സിലിരുന്നു കൊണ്ട്
ആസ്വദിക്കുന്ന ബഹുമാന്യരായ ഹാജിമാരുണ്ട്. ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇതിന് മൗനം പാലിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ കഫംപുഴയുടെ ഉള്ളിലായിരിക്കും. ഇതിന് മറുപടി പറയാതെ ഞങ്ങൾ അന്തി ഉറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ ഖബറിനുള്ളിലായിരിക്കും. ഞങ്ങളുടെ ഒരു രോമത്തിന് ജീവനുണ്ടാകുന്ന കാലത്തോളം സമസ്തയെ ആര് എതിർക്കാൻ വന്നാലും അതേ നാണയത്തെ തിരിച്ചടിക്കും. അതിനു വേണ്ടിയാണ് ശൈഖുനാ ശംസുൽ ഉലമ ഞങ്ങൾക്ക് തന്നത്. ഇത് ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമല്ല, ഇത് കേവലം വഴ നടത്താൻ വേണ്ടിയല്ല, മദ്രസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. സുന്നത്ത് ജമാഅത്തിന് ക്ഷതമേൽക്കുമ്പോൾ ഞങ്ങൾ ഉറക്കമുണ്ടാവില്ല, ഞങ്ങൾ ആരെയും വകവെക്കില്ല. അല്ല എങ്കിൽ സമസ്തയോട് കൂടെയാണെങ്കിൽ അവരുടെ കദമിന് ചുവട്ടിൽ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടത് ആരുടെ പ്രഭാഷണത്തിലൂടെയാണ്? സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കൂടെ വിളിച്ച പേരുകൾ ആരായിരുന്നു? അത്തരക്കാർക്ക് വേദികളില്ലാതെ പോയത് നമ്മുടെ കുറ്റമല്ല. നിങ്ങളുടെ കൽബിൽ നിന്ന് സമസ്ത മാറിയപ്പോൾ ഞങ്ങളുടെ കൽബിൽ നിന്ന് നിങ്ങളും മാറി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ആരെങ്കിലും യോഗം കൂടി തീരുമാനിച്ചോ ഇന്ന ആളെ പ്രസംഗത്തിന് വിളിക്കണ്ട എന്ന്, അതല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ സ്റ്റേജ് വിട്ട് പോകണമെന്ന് നമ്മൾ ആരോടും പറഞ്ഞോ? ഇല്ല. ഇത് ആര് പറയിപ്പിച്ചു? ഖാലിഖായ റബ്ബ് നമ്മുടെ കൽബിൽ തന്നു. ഭക്തിയുടെ മേൽ അത്തിവാരയുടെ പണിത പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് നമ്മളാരുമല്ല എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന, ബഹുമാനപ്പെട്ട മുത്തുതങ്ങൾ പറഞ്ഞപ്പോൾ പലരും ട്രോളി. അത് അവരായിരിക്കാം, ഇവരായിരിക്കാം. തങ്ങൾ ഉള്ളറിഞ്ഞു കൊണ്ടുപറഞ്ഞതാണ്, നമ്മളാരുമല്ല, ഇത് മഹാന്മാരാണ് ഇത് നോക്കി നടക്കുന്നത്. ആ മഹാന്മാരാണ് നമുക്ക് ഖബൂലിയത്ത് നൽകുന്നത്. ആ മഹാന്മാരുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അംഗീകാരം കിട്ടും. അതല്ലെങ്കിൽ കേവലം ആരും എടുക്കാൻ നാണയങ്ങളായി മാറും. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇനി ഇവിടെ മറ്റൊരു വിഷയം കൂടെ കടന്നു വരുന്നുണ്ട്. സ്വന്തമായി സമസ്തയുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ടവർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന ദയനീയ രംഗം ഞങ്ങൾക്കിത് അറിയാം. നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രേമവും പ്രണയവും അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഗ്രിപ്പ് ലഭിക്കണം. മുസ്ലിം ലീഗിന് ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. മുസ്ലിം ലീഗിന് അഭിവൃദ്ധിപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ പച്ച പതാകയ്ക്ക് പിന്നിൽ ഇരുന്നു കൊണ്ട് സമസ്തയെ നോവിക്കണം. ഞങ്ങൾക്ക് അകക്കണ്ണുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ അവസാനമായി പറയുന്നത് ഇത്ര മാത്രമാണ്. മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലൈനുമായി മുന്നോട്ട് പോവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ലൈനുമായി മുന്നോട്ട് പോവട്ടെ. സമസ്തയിൽ നിൽക്കാൻ ആദർശപരമായി കഴിവില്ലാത്തവർ പാർട്ടിയുടെ മറവിലാണ് വരുന്നതെങ്കിലും അത്തരക്കാരെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. എന്റെ ഹബീബിങ്ങളെ, ഇത് ചെറിയൊരു കാര്യമല്ല, ഇത് സമസ്തയുടെ കാര്യമാണ്, ഈമാനിന്റെ കാര്യമാണ്. മുസ്ലിം ലീഗുകാർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം മുസ്ലിം ലീഗിനെതിരെ ഇക്കാലം അത്രയായിട്ടും സമസ്തയുടെ പ്രവർത്തകർ രൂക്ഷത്തോടെ അല്ലെങ്കിൽ അതിലെ ക്രൂരതയോടെ സംസാരിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്തുകൾ ഇടാൻ തുടങ്ങി എന്ന് മുതലാണ്? ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത പ്രവർത്തകർ കയ്യേറിയിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പിൽ വരുമ്പോൾ സമസ്ത പ്രവർത്തകർ ഇടിച്ചു കയറിയിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ പത്രത്തിന്റെ മുഖപത്രത്തിന്റെ പരസ്യം വരുമ്പോൾ, പ്രചരണം വരുമ്പോൾ സമസ്ത പ്രവർത്തകർ എതിർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നത് എന്ന് മാന്യമായി ദയനീയമായി നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. ഈ മഹാഭൂരിപക്ഷം വരുന്ന സമസ്ത പ്രവർത്തകരിൽ സിംഹഭാഗം ജനങ്ങളും നിങ്ങൾക്ക് ഇക്കാലം അത്രയും ഒരു ലാഭേച്ഛയും കൂടാതെ വോട്ട് കുത്തിയവരായിരുന്നു. നിങ്ങൾ പറയുന്നവർക്ക് വോട്ട് കുത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന്, അതല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ എന്റെ പേര് വരണമെന്ന് ആരും പാണക്കാട് തങ്ങന്മാരെ പോയി പ്രയാസപ്പെടുത്തിയിട്ടില്ല. ചാനലുകളോടെ അകമ്പടിയോടെ പോയി ആരും ഒരു സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല. ചോദിച്ചത് ആരാണ് എന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണ് എന്നും ചിന്തിക്കുന്നെന്നായിരിക്കും ഞാൻ പറയുന്നത്. മുസ്ലിം ലീഗ് ശത്രു
പക്ഷത്തല്ല. നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കുന്നത്, സമസ്തയെ നോവിച്ചാൽ ഏത് കൊമ്പത്തെ തമ്പ്രാനാണെങ്കിലും മറുപടി പറഞ്ഞിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പ്രവർത്തിക്കുന്ന ദാറുൽ ആ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ അതിന് വേണ്ടി പിരിവെടുത്തവരാണ്, പ്രസംഗിച്ചവരാണ്, അവിടെ കുട്ടികളെ കൊണ്ടയച്ചവരാണ് ഇവിടത്തെ മുഅല്ലിമീങ്ങൾ. നിങ്ങൾ ചരിത്രം പഠിക്കണം. ഇവിടെ ഹുദവികൾ വന്നതിന് ശേഷം അവര് മദ്രസാന്തരങ്ങളിലൂടെ കയറിയിറങ്ങി ഫോം വിതരണം ചെയ്ത് അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല. പകരം മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഓരോ കുട്ടിയുടെയും ബുദ്ധിയും വിവേകവും വിവരവും സാമ്പത്തികവും കുടുംബപരമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരുന്നു അവർക്ക് ഈ അഡ്മിഷന് വേണ്ടി ഉസ്താദ്മാർ ശ്രമിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന ദാറുൽ ഹുദ ഓരോ ദിവസവും ഉയർന്നു പറക്കുമ്പോൾ സന്തോഷമുണ്ടായിരുന്നു. അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നിന്നിരുന്നു. പക്ഷേ എല്ലാം കലം കൊടുത്തി പൊട്ടിച്ച പോലെ ഒറ്റ പ്രസംഗം കൊണ്ട് നിങ്ങളാക്കി. നിങ്ങളുടെ ദയനീയമായ പരാജയമായി ഞങ്ങൾ ഇത് കണ്ടുപോവുകയാണ്. നിങ്ങൾ കേരളത്തിലെ ദാവാ പ്രവർത്തനത്തിനപ്പുറം ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരായിക്കൊണ്ട് ബഹുമാന്യരായിക്കൊണ്ട് ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ നിങ്ങൾ മലപ്പുറത്ത് ചെയ്ത പണി എന്താണ്? അതിന്റെ സെക്രട്ടറി സ്റ്റേജിലിരിക്കുന്നു, കുട്ടിക്കൂട്ടങ്ങൾ സ്റ്റേജിൽ നിന്ന് കലാപരിപാടി നടത്തുന്നു. ആർക്കെതിരെയാണ്? സമസ്തയുടെ പ്രസിഡന്റിനെതിരെ ഒളിയമ്പുകൾ ചെയ്തപ്പോൾ ഊറ് ചിരിച്ച നിങ്ങളല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെയാണ് കഴിഞ്ഞത്? നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ലാത്ത വളരെ ദയനീയമായ മോശപ്പെട്ട പ്രവൃത്തിയല്ലേ? നിങ്ങളെ ആക്രമിച്ച CPM-കാരാണ്. CPM-ന്റെ മടങ്ങിൽ കയറി ആക്രമിക്കുന്നതിന് പകരം സമസ്തന്റെ നെഞ്ചത്തേക്കാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞേക്കാം, ഈ മഹാസംഗമം ഒരു സൂചന മാത്രമാണ്. സമസ്തയെ തൊട്ടാൽ, അതിന്റെ ആദർശത്തെ തൊട്ടാൽ ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. അസ്സലാമു അലൈക്കും.